ഗുഡ് ആഫ്റ്റർനൂൺ. ഇത് ഈ കഴിഞ്ഞ സാറ്റർഡേ ആഫ്റ്റർനൂൺ ആണ്. ഏട്ടൻ കുറച്ച് ദിവസം കൊണ്ട് പറയുന്നുണ്ട് നല്ല ചീനി വേവിച്ചതും മത്തിക്കറിയും കൂടെ കൂട്ടി കഴിച്ചാൽ കൊള്ളാമെന്ന്. ശനിയാഴ്ച പോകണ്ടായിരുന്നതുകൊണ്ട് രാവിലെ പോയി മത്തിയും വാങ്ങിച്ചു, കപ്പയും വാങ്ങിച്ചു. നല്ല പരിഞ്ഞിലൊക്കെയുള്ള മത്തിയായിരുന്നു. ഞാൻ എപ്പോഴും മീൻ കഴുകുമ്പോൾ കുറച്ച് ഉപ്പും കുറച്ച് വിനീഗറും കൂടെ ഒഴിച്ചിട്ടാണ് കഴുകുന്നത്. അപ്പം മീൻ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. ചീനി അരിഞ്ഞ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലോണം തിളച്ച് വെന്ത് വന്നപ്പോഴത്തേക്ക് ഉപ്പും ഇട്ട് കൊടുത്തു. വെള്ളം ഊറ്റി കളഞ്ഞിട്ട് അടുപ്പിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അരപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുത്തു. ഒരു പിടി തേങ്ങ, 2-3 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് ചതച്ചെടുത്തു. അതിന്റെ ഒപ്പം തന്നെ ഇപ്പുറത്തെ സ്റ്റൗവിലേക്ക് മത്തിക്കറിക്ക് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അത് ചൂടായപ്പോഴത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും എല്ലാം കൂടെ ചതച്ചത് ചേർത്ത് കൊടുത്തു. ഇനി അത് അവിടെ ഇരുന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ ചീനിയുടെ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ട്. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അത് അരപ്പൊക്കെ ഒന്ന് ആവിയിലിരുന്ന് വെന്ത് വരാൻ വേണ്ടി ഞാനൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മീൻ കറിയിലേക്ക് പോവാം. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, ഓരോരുത്തരുടെ എരിവിന് ആവശ്യത്തിലുള്ള, ഞാൻ കാശ്മീരി മുളക് പൊടിയും സാധാ മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തു. ആവശ്യത്തിനുള്ള മല്ലിപ്പൊടിയെ, പിന്നെ കുറച്ച് ഉലുവാപ്പൊടിയെ, മഞ്ഞൾപ്പൊടിയെ, മീൻ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്ക് നമ്മൾ കഴുകി കുട്ടപ്പനാക്കി വെച്ചിരുന്ന മത്തിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചു. അത് അവിടെ ഇരുന്ന് വറ്റി വന്നപ്പോഴത്തേക്ക് ഞാൻ ഒരു ഇലയൊക്കെ കീറിയിട്ട് വന്ന് നമ്മുടെ പ്ലേറ്റിലോട്ട് വെച്ച് കൊടുത്ത് ചീനി വേവിച്ചത് ഒരു തവി അങ്ങോട്ട് എടുത്തു. നമ്മുടെ മത്തി വറ്റിച്ചതും കൂടെ കുറച്ചങ്ങോട്ട് എടുത്തു. ചീനി കഴിക്കേണ്ടത് കൊണ്ടാണ് ഇത്രയും ചാറ് വെച്ചത്, ഇല്ലെങ്കിൽ കുറച്ചും കൂടെ കുറുക്കി എടുത്തേനായിരുന്നു. ഇനി ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി ഒന്നും കൂടെ വെച്ചിട്ട് നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കും. ചീനി വല്ലപ്പോഴേ ഉള്ളൂ ഇങ്ങനെ കിട്ടുന്നത് കേട്ടോ, നല്ല പൊടിയുള്ള ചീനിയെ. അപ്പം ഇന്ന് ലഞ്ചിന് ഇത് മാത്രമായിരുന്നു.